എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനിരിക്കുന്ന ഒരു വിഷയം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് കേട്ടോ. ഇത് കേൾക്കാൻ നമ്മുടെ മനസ്സ് ബുദ്ധിയും തയ്യാറാകേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മഴ, ഉരുൾപൊട്ടൽ, ഭൂകമ്പം, തീപിടുത്തം, കാറ്റ്, കടൽച്ചീറ്റം, ഇവ ഓരോന്നും നമുക്ക് ജീവന് ഭീഷണി നൽകുന്ന സംഭവങ്ങളാണ് അല്ലേ? ഇതൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ ഇത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യമാണോ എന്ന്? ഇത് വെറും പറയും ദൈവത്തിൻ്റെ ശിക്ഷയാണ്, ഇല്ലെങ്കിൽ പ്രകൃതി ശാപമാണ് എന്നൊക്കെ അല്ലേ? ഇതൊന്നും ആര് ശപിക്കുന്നതോ ദൈവത്തിൻ്റെ ശിക്ഷയോ അല്ല കൂട്ടുകാരെ. ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. ശിവഭഗവാന്റെ പാരമാർത്ഥിക തിരുമൊഴിയാണ് ഈ ഓരോ കാര്യങ്ങളും ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാനുള്ള സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു അമ്മ തൻ്റെ മക്കളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ സങ്കടത്തോടുകൂടെ കരഞ്ഞു പറഞ്ഞു നോക്കും. അവസാനം ശിക്ഷിക്കും. ഇത് തന്നെയാണ് പ്രകൃതി മനുഷ്യരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതിങ്ങനെ ചെയ്താൽ ഭവിഷ്യത്ത് വരും എന്ന് പറഞ്ഞ് പല അനുഭവങ്ങളിൽ കൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നെ കരഞ്ഞു നോക്കി. ഓരോ സംഭവങ്ങൾ, ഓരോ ദുരന്തങ്ങൾ വരുത്തിക്കൊണ്ട്, അതായത് മനുഷ്യന് കൊടുത്തുകൊണ്ട് ചെയ്തു നോക്കി. അവിടെയും തിരുത്തിയില്ല. അവിടെയും തിരുത്തി ചിന്തിക്കുന്നില്ല. അവസാനം സർവനാശത്തിലേക്ക് വന്നു, ശിക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴും മനുഷ്യൻ തിരിഞ്ഞു ചിന്തിക്കുന്നുണ്ടോ? ഇതുതന്നെയാണ് പ്രകൃതിയുടെ സമീപനം. ഒരമ്മ മക്കളെ ശിക്ഷിക്കുന്നത് പോലെയാണ് പ്രകൃതിയുടെ സമീപനം മനുഷ്യരോട്. മനുഷ്യൻ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. പുഴകളെല്ലാം വേസ്റ്റ് കൊണ്ടുകൾ കൊണ്ട് നിറച്ചു. കാടുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി. അവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു. പ്രകൃതി അതെല്ലാം നോക്കി നിന്നു, ദയനീയമായിട്ട് നോക്കി നിന്നു. പ്രതികരിക്കാൻ പറ്റുന്നില്ല. മനുഷ്യന് മാത്രമേ പ്രതികരണശേഷിയുള്ളൂ. അത്രയ്ക്ക് വിശിഷ്ടമായ ഒരു ജന്മമാണ് മനുഷ്യൻ്റെ. അപ്പോൾ ഈ മനുഷ്യൻ അവനവൻ്റെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആ ഒരു കഴിവ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് മനുഷ്യൻ അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട്, അവനവൻ്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെല്ലാം. അപ്പോൾ ഒടുവിൽ അത് ഭഗവാന്റെ, അതായത് ഈ പ്രകൃതിക്ക് അവസാനം എന്ത് ചെയ്തു? പിണക്കം കാണിക്കേണ്ടി വന്നു മനുഷ്യരോട്. മനുഷ്യൻ ജീവിച്ചോട്ടെ, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ജീവിച്ചോട്ടെ എന്ന് കരുതി പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു പല കാര്യങ്ങളും. പക്ഷേ മനുഷ്യൻ്റെ സ്വാർത്ഥത കൂടി വരുമ്പോൾ ഈ പ്രകൃതി പിണങ്ങാൻ തുടങ്ങി. അത് ഒടുവിൽ എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്? ഉരുൾപൊട്ടലായും ഭൂകമ്പങ്ങളായും മഴയായും വെയിലായും കാലാവസ്ഥകളെല്ലാം മാറിപ്പോയില്ലേ? പണ്ട് കാലങ്ങളിലുള്ള കാലാവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. എല്ലാം ഒന്ന് ചിന്തിക്കുക. അതിൻ്റെ പിറകിൽ ഈ പ്രകൃതി ഈ പ്രപഞ്ചമെന്ന ശക്തി, അതായത് ശിവഭഗവാൻ നിൽപ്പുണ്ട്, എല്ലാത്തിനും സാക്ഷിയായി. ഒരമ്പലം എന്ന് പറയുന്ന ആ ഒരു പുണ്യഭൂമി, അത് ഏത് എടുത്താലും അവിടെ എല്ലാം മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. ഒരമ്പലത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന് പറഞ്ഞ് ഒരമ്പലം പണിതാൽ അമ്പലത്തിനടുത്തുള്ള
ഭക്തജനങ്ങൾക്ക് വസിക്കാനുള്ള ഇടം ഒരുക്കുന്നതോടൊപ്പം തന്നെ അവിടെ നടക്കുന്നത് എന്തെല്ലാം അനാശാസ്യ പ്രവർത്തനങ്ങളാണ്. ഭഗവാൻ പൊറുക്കുമോ അത്? ഞാൻ എൻ്റെ തമിഴ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ, ഇതിനെപ്പറ്റി സംസാരിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ നിറയെ എനിക്ക് നല്ല കമൻസ് എല്ലാം വന്നു. അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പ്രകൃതി ഒക്കെ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശിവന് കോപിച്ചിട്ടാണോ? ശിവനെന്താ അതാണോ ജോലി എന്ന് ചോദിച്ചിട്ട്. ശിവൻ ആരാണ്? ഈ പ്രപഞ്ചമാണ്. നിങ്ങൾ ഓരോ ശ്വാസങ്ങളും അകത്തോട്ടെടുക്കുന്നത് എവിടെ നിന്നാണ്? ഈ പ്രപഞ്ചത്തിലെ കാറ്റിൽ, ഈ വായുവിൽ നിന്ന് കാണാൻ പറ്റുമോ നിങ്ങൾക്കത്? ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? ഇതാണ് ശ്വാസം, ഇതാണ് കാറ്റെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും അതൊന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അതാണ് ശിവൻ. ആ ശിവനെയാണ് നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ശിവനെ ഉള്ളിലേക്ക് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഈ ശരീരത്തിന് കൊടുത്ത് വളർത്തുന്നത് എന്താണ്? ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക. അപ്പോൾ ഈ പ്രകൃതി കൊടുക്കുന്ന ഓരോ മുന്നറിയിപ്പുകളെ ഒന്നും കാണാൻ, മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല, സമയമില്ല അതിനൊന്നും. മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനനോട് നേരത്തെ തന്നെ പറയുന്നുണ്ട്, പാത തെറ്റിയാൽ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന്. നമ്മുടെ ജീവിത രീതികൾ അപ്പാടെ മാറി മറിയുമ്പോൾ അതിന് പ്രത്യാഘാതം വരും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് പ്രകൃതി തരുമ്പോൾ അത് തിരിഞ്ഞ് ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിന് നാളെ ഇതേമാതിരി ഉണ്ടാകരുത്, നമ്മുടെ നാടിന് ഇതേമാതിരി ഉണ്ടാവരുത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ശിവപുരാണത്തിൽ അത്രയും സങ്കടകരമായ ദുഃഖങ്ങൾ സംഭവിക്കുമ്പോൾ ദേവന്മാർ ശിവൻ്റെ സമീപം വന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ തേടിയെത്തും. ആരും ഒന്നും മറയ്ക്കാതെ പറഞ്ഞാൽ ശിവൻ കനിവോടെ ഇടപെടും. പക്ഷെ അവഗണിച്ചാലോ? ആരും ഒന്നും മറയ്ക്കാതെ പ്രശ്നങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ, ചെയ്തുപോയ തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്ത് ഭഗവാനോട് മാപ്പപേക്ഷിച്ചാൽ ഇന്നൊരു തെറ്റിലേക്ക് നയിക്കാത്ത രീതിയിൽ അവനെ മാറ്റിയെടുക്കും ഭഗവാൻ. പ്രപഞ്ച നിയമമാണത്. ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അതുപോലെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളാണ് അത് മൊത്തം. ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങളാണ് പ്രതിഫലിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഭഗവാന്റെ ആ ഒരു കരുണയെ നമ്മൾ അവഗണിച്ച് കഴിയുമ്പോൾ ഭഗവാന്റെ ആ ഇടപെടൽ ഭയങ്കരമായിട്ട് തീരും. പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അപ്പാടെ നശിപ്പിച്ച് കളഞ്ഞേക്കും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന മറ്റുള്ളവർ അവരുടെ മുന്നിൽ ഇത് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ 3-4 കുട്ടികളുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുന്നത് എന്തിനാണ്? മറ്റു കുട്ടികൾ അത് കാണണം. ഈ തെറ്റ് കാണിച്ചാൽ അവരും കൂടെ ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരാളെ ശിക്ഷിക്കുന്നത് കാണുമ്പോൾ ഈ കണ്ടു നിൽക്കുന്ന മറ്റു കുട്ടികളും ശരിയാണ്, ഇനി അടുത്ത ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. അതുപോലെയാണ് പ്രകൃതി നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഒരു കാര്യം ഇതേമാതിരിയുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർ അതിനെ മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ഓരോ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് കൂടെ ആപത്ത് വരുത്തുകയാണ്. എന്തുണ്ണി നീ അവരെ രക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരെ ശിക്ഷിക്കുകയാണ് ദൈവം ഇവിടെ ചെയ്യുന്നത്. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ചിന്തിക്കുക. നമുക്കെല്ലാം എപ്പോഴും തോന്നാറുള്ള ഒരു വിഷയം, തോന്നാറുണ്ട് ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സും ചോദിക്കും, ഇത് ചെയ്യണോ, അല്ലെങ്കിൽ അവിടെ പോകണോ നമ്മളിപ്പോൾ? ഇത് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴേ എനിക്കൊരു പേടി തോന്നുന്നു. ഇങ്ങനെയൊക്കെ ചെറിയ ഒരു വിഷയം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോടൊന്ന് ചോദിക്കും. അത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്, അത് മനസ്സിലാക്കണം. അത് നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം ശിവൻ നമുക്കുള്ളിൽ തെളിയിച്ച ജ്ഞാനത്തിൻ്റെ ഒരു ജ്വാലയാണ്. ശിവമെന്ന് പറയുന്നത് നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം, അതാണ് ശിവം. അല്ലാതെ അമ്പലത്തിൽ കാണുന്ന ശിലയിലിരിക്കുന്നതോ അല്ലെങ്കിൽ ഭഗവാന് കൊടുത്തിരിക്കുന്ന ആ രൂപങ്ങൾ ഒന്നുമല്ല. നിനക്കുള്ളിൽ ശിവനാണെന്ന് പറയുമ്പോൾ നീ എടുക്കുന്ന ശ്വാസം ശിവൻ. അപ്പോൾ അത് നമ്മുടെ മനസ്സിനകത്ത് തോന്നിക്കുന്ന ആ തോന്നലുകൾ
അതിന് കുറച്ചൊക്കെ മുഖ്യത്വം കൊടുക്കണം, ചിന്തിക്കണം. പക്ഷെ ആ ശബ്ദം നമ്മൾ മനസ്സിലാക്കാതെ പോകുമ്പോൾ ആ ദുരന്തം നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ മിഴിച്ചു നിൽക്കും. അപ്പോൾ കാണാൻ കഴിയുന്നവനും കേൾക്കാൻ കഴിയുന്നവനും മാത്രം രക്ഷ കിട്ടുകയുള്ളൂ അവിടെ. ശിവൻ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ അത് ആ മുന്നറിയിപ്പ് മനസ്സിലാക്കിയത് പ്രവർത്തിക്കുന്നവർ അവിടെ രക്ഷപ്പെടും, ഭഗവാൻ അവരെ രക്ഷിക്കും. അതിനൊക്കെ ഓരോ മനുഷ്യർക്കും മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കേണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല, അധികാരമില്ല. കഴിക്കുക, ഇഷ്ടം പോലെ കഴിക്കുക. പക്ഷേ ആ കഴിച്ചു കഴിയുമ്പോൾ ആ കഴിക്കുന്നതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാക്കും നിങ്ങൾ, ദയവ് ചെയ്ത്. ഇനി ഈ ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ ഈ മിണ്ടാപ്രാണികളെയൊക്കെ വെറുതെ വിടണം. അതിൻ്റെ ഒരു കരച്ചിൽ പോലും ഈ ഭൂമിയിൽ അലയടിക്കാൻ, ഈ പ്രകൃതിയിൽ അലയടിക്കാൻ പാടില്ല. അവരും ജീവിച്ചു പോട്ടെ. ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത് മുഖ്യമായ ഘടകമാണ്. ഓരോ ജീവജാലങ്ങളും അവർക്ക് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്, അവരെ അത് പാലിക്കാൻ വിട്. മനുഷ്യന് കഴിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ പ്രകൃതിയിൽ, അതെല്ലാം നിങ്ങളെടുത്ത് ഭക്ഷിക്കുക. ശരീരം ആരോഗ്യമായിട്ട് വയ്ക്കുക. ശരീരം നല്ല ഭക്ഷണങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നല്ല നല്ല ചിന്തകൾ മനസ്സിനകത്ത് വരികയുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുക. ഒരു പുനഃസ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത് പ്രകൃതി. ശിവഭഗവാന്റെ കോപത്തിലും സ്നേഹമുണ്ട്. ശിവൻ്റെ കോപം നമ്മളെ പേടിപ്പിക്കാനോ ഭയപ്പെടുത്താനോ വേണ്ടി മാത്രമല്ല. നമ്മളത് മനസ്സിലാക്കണം. നീ മനസ്സിലാക്ക്. ഓരോ അനുഭവങ്ങൾ തരുമ്പോഴും മനസ്സിലാക്ക്. ഒരു കൂട്ടിൽ നിന്ന് ഒരു കോഴിയെ പിടിച്ച് കൊല്ലാൻ തുടങ്ങുമ്പോൾ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അതിൻ്റെ ആ പ്രാണവേദന കേട്ട് ആ കൂട്ടിൽ കിടക്കുന്ന മറ്റു കോഴികളുടെ പ്രാണവേദന, ആ രോദനം, ആ സങ്കടം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാളെ നമ്മൾക്ക് നഷ്ടമായി കഴിയുമ്പോൾ നമ്മൾ അലമുറിയിട്ട് കരയുന്നു. ആരെങ്കിലും ഒരാളെ പിടിച്ച് കൊല്ലുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുത്തുമ്പോൾ അവർക്ക് നേരെ കേസ് കൊടുക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സമരം ചെയ്യുന്നു. പക്ഷേ ആ മിണ്ടപ്രാണികൾക്ക് അതിനൊന്നും പറ്റില്ല. നിങ്ങൾ ആ ആത്മരോദനങ്ങളെ മനസ്സിലാക്കുക. നമ്മുടെ വേദനയായിട്ട് അതിനെ കണക്കാക്കുക. അപ്പോൾ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ജീവജാലങ്ങളുടെയും രോദനം, അവരുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു പ്രാണഭയം ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരാൻ പാടില്ല. പ്രപഞ്ചം ഇനിയും വെറുതെ വിടത്തില്ല, ഒരു മനുഷ്യനെ വെറുതെ വിടത്തില്ല. ഒരു കുളത്തിൽ നിന്ന് കോരിയെടുക്കുന്ന ആ മീൻ, ആ ശ്വാസം കിട്ടാതെ പിടയുന്ന ആ പിടച്ചിലെല്ലാം ഈ പ്രകൃതിയിലാണ് അലിഞ്ഞു ചേരുന്നത്. അതേപോലെ ദയവ് ചെയ്ത് ആരും മാനിഫെസ്റ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് ദൈവത്തെ ഓർത്തി പ്രപഞ്ചത്തെ മലിനപ്പെടുത്താതെ, നിങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ധ്യാനം ചെയ്യുന്നത്, ആ മെഡിറ്റേഷൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ ശ്വാസത്തെ മനസ്സിലാക്കാനായിട്ട് എടുക്കുക. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്കോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ജോലിക്കോ പണത്തിനോ പ്രശസ്തിക്കോ സ്വർണ്ണാഭരണങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടല്ല നിങ്ങളത് ചിലവാക്കേണ്ടത്. നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ഈ പ്രപഞ്ചത്തെ മലിനപ്പെടുത്താതെ ധ്യാനത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് നിങ്ങൾ പോകും. അതെന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. ഭഗവാൻ ആദ്യം സ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് വാണിംഗ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ചലനശേഷി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തും. പിന്നെ പ്രകൃതിയുടെ മുഖം മാറും. പിന്നീട് അവിടെയും നിങ്ങൾ ഒതുങ്ങിയില്ലെങ്കിൽ ദൈവം എല്ലാം തൂത്തു തുടച്ചു കൊണ്ടുപോകും. ദൈവം എന്നൊരു ശക്തി ഈ പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിലെ ശ്വാസക്കാറ്റാണ്. അതാണ് ദൈവം. ഒരമ്പലത്തിൽ കുംഭാഭിഷേകം നടക്കുമ്പോൾ അവിടെ വേറെ എവിടുന്നുമല്ല ആ ഒരു ശക്തി ആർജിച്ച് ആ ശിലയിലേക്ക് കൊടുക്കുന്നത്, പ്രപഞ്ചത്തിൽ നിന്നാണ്. ആ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ആ നല്ല ശക്തികളെയാണ് ഈ ശിലയിലേക്ക് ആവാഹനം ചെയ്യുന്നത്. അതിനെയാണ് ദൈവമെന്ന് പറഞ്ഞ് നിങ്ങൾ കുമ്പിടുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വഴിപാടുകൾ കഴിക്കുന്നത് തെറ്റാണത്. നമ്മുടെ ഈ ദിവ്യമായ ശരീരം നമുക്ക് തന്നത് ദൈവത്തിൻ്റെ അതേ രൂപമാണ് നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. അഹങ്കാരം കൊണ്ട് നമ്മളത് തകർക്കാനുള്ളതല്ല. മനുഷ്യൻ്റെ ആ ഒരു ജീവിത രീതികൾ ശുദ്ധമാകുമ്പോൾ മാത്രമേ ദൈവത്തിനേക്ക് എവിടേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. ഓരോ മനുഷ്യനും ദൈവമാകണം. ദൈവമെന്ന് പറയുന്നത് ആരും അച്ഛനും അമ്മയ്ക്കും സ്വന്തം കുഞ്ഞുങ്ങളെ നരകിക്കണമെന്നോ കഷ്ടപ്പെടുത്തണമെന്നോ അവരൊരിക്കലും ആഗ്രഹിക്കില്ല. അവർ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുതന്നെയാണ് ഈ പ്രകൃതി ചെയ്യുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് മുന്നറിയിപ്പുണ്ട്. നമുക്ക് ഈ മുന്നറിയിപ്പുകളെല്ലാം നമ്മൾക്ക് ഒരു പോസിറ്റീവായി നമുക്ക് എടുക്കണം.
നമ്മുടെ ശാസ്ത്രത്തിൽ കൂടെയും പുരാണങ്ങളിൽ കൂടെയും ഈ പ്രകൃതിയിൽ കൂടെയും നമുക്ക് കൊടുക്കുന്ന ഓരോ മുന്നറിയിപ്പുകളെ നമ്മളത് കണ്ടെത്തണം. അത് മനസ്സിലാക്കണം. നമ്മൾ മാത്രം ഓരോരുത്തരുമാണ് ഉണരേണ്ടത്. അതിനുവേണ്ടി നമ്മളെക്കൊണ്ട് മാറാൻ തയ്യാറാകണം. ശിവഭഗവാനെ വിളിക്കുക എല്ലാവരും. നിനക്കുള്ളിലുള്ള ശ്വാസമായിട്ട് ഭഗവാനെ കാണുക. ആ ശ്വാസമില്ലെങ്കിൽ നീ ശവമാണെന്ന് മനസ്സിലാക്കുക. ശിവഭഗവാന്റെ പൂർണ്ണമായ തത്വം മനസ്സിലാക്കിയവരാർക്കും എവിടെയും ഭഗവാനെ തേടി പോകേണ്ട ആവശ്യമില്ല. ഒരമ്പലങ്ങളിലുമല്ല ഭഗവാൻ ഇരിക്കുന്നത്. നിങ്ങളുടെ ശരീരമാണ് അമ്പലം. അവിടെ ഇരിക്കുന്ന മൂർത്തി, അവിടെ ഇരിക്കുന്ന ഹൃദയമാണ് മൂർത്തി. ആ മൂർത്തിക്ക് ശക്തി കൊടുക്കുന്നത് നിങ്ങളുടെ നല്ല ചിന്തകളും നിങ്ങളുടെ നല്ല പ്രവൃത്തികളും കൊണ്ടുള്ള ആ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് ആ മൂർത്തിക്ക് ശക്തി കൊടുക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ശരീരം അമ്പലമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് പ്രകാശിക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, ദയവ് ചെയ്ത് ഉണരുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.